നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് റെഡി? അധികം വളച്ചു കിട്ടില്ല, അതൊരു കാര്യം ചോദിക്കാം. സ്വാമിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ നിനക്കറിയാവുന്ന ആർക്കെങ്കിലുമോ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഡാഡി എന്താ അനാവശ്യമായി പറയുന്നേ? എനിക്കെന്താ മനസ്സറിവ്? ഞാനെന്താ സ്ത്രീ ഗുണ്ടകളെ അയച്ച് സ്വാമി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്നാണോ ഡാഡി പറഞ്ഞു വരുന്നേ? അല്ല, ഡാഡിക്ക് മോളുടെ അക്രമവാസന അറിയാവുന്നോണ്ട് ചോദിച്ചതായിരിക്കും. അങ്ങനെയാണല്ലോ മോള് കൊലക്കേസിൽ പ്രതിയായത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓ, അപ്പച്ച ചുമ്മാ എരുതിയിൽ എന്നെ ഒഴിക്കരുതേ. സ്വാമിക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാമിയുടെ കയ്യിലിരിപ്പുണ്ടാ. സ്വാമിയോടിപ്പോ കടുത്ത ദേഷ്യമുള്ളവളാണല്ലോ നീ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ നിനക്ക് നിന്റെ ഭർത്താവിനും ഇപ്പോ അത്യാവശ്യം നല്ല ക്രിമിനൽ ബന്ധങ്ങളുണ്ടല്ലോ. എങ്കിൽ എന്നെയും ഭർത്താവിനെയും ഞങ്ങൾക്ക് ബന്ധമുള്ള എല്ലാ ക്രിമിനലുകളെയും ചേർത്ത് ഒരു കേസ് കൊടുക്കാൻ പറ സ്വാമിയെടുത്ത്. അല്ലാതെ ഡാഡി ഇവിടെ കിടന്നിങ്ങനെ വിറയ്ക്കുന്ന എന്തിനാ? എന്താ അക്ഷര? അല്ല, സ്വാമിയുടെ നെറ്റിക്കുണ്ടായ മുറിവില് ഇപ്പൊ ഡാഡിക്ക് സ്വന്തം മോളെയാ സംശയം. അതെന്താ സാർ അങ്ങനെ ഒരു സംശയം? അക്ഷര എന്തിന് സ്വാമിയെ ഉപദ്രവിക്കണം? അതല്ല നിരഞ്ജൻ, ഇവൾക്കിപ്പോ സ്വാമിയോട് ശത്രുതയാ. എന്റെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന ആളാണ് സ്വാമി എന്നാണ് ഇവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആരോടെങ്കിലും പക തോന്നിയാൽ ഇവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഡാഡിയുടെ ചോര തന്നെയല്ലേ ഞാനും. രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന ആളെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ രഹസ്യങ്ങളുടെ ഉടമയും ശ്രമിച്ചെന്ന് വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഡാഡിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അക്ഷര, നീ പോയേ. പോകാൻ. സർ, നമ്മുടെ വീട് നെടുകെ പിളർത്താൻ അവസരം നോക്കി നടക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവരിട്ടു തരുന്ന ആയുധങ്ങളിൽ പിടിക്കരുത്, അവരിട്ടു തരുന്ന ഇരകളിൽ കൊത്തരുത്. അത്രമാത്രം എനിക്ക് സാറിനോട് പറയാനുള്ളൂ. സ്വാമിയെ ആക്രമിച്ച ആളിനെ കണ്ടുപിടിക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷേ ആ അക്രമി ഇവിടെ നടക്കുന്ന സംസാരം കണ്ട് ചിരിക്കാനിടവരരുത്. ഓ, എന്തൊരു കടുപ്പുവാ. എന്താ മനോഹര? അയ്യോ, ചിറ്റപ്പന്റെ പ്രവചനത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഈ കാപ്പിയുടെ കടുപ്പത്തെക്കുറിച്ചാ. ഇതാരാ ഇട്ടത്? പാർവതിയല്ലേ? ആ, അവക്ക് തലവേദനയാന്ന് പറഞ്ഞ് കിടക്കുവന്നേ. ആ, അപ്പൊ പിന്നെ വല്യക്കനാവും. ആ, അപ്പൊ പിന്നെ കടുപ്പം കൂടും. അഹങ്കാരം കൂടുന്നതോടും കാപ്പിക്ക് കടുപ്പം കൂടുമെന്നല്ലേ? അല്ല മനോഹര, പാർവതിക്ക് എന്തു പറ്റിയെന്നാ പറഞ്ഞേ? ആ, അതല്ലേ ഇപ്പൊ പറഞ്ഞേ, തലവേദന. എന്ന് വെച്ചാ മൈഗ്രെയിൻ, ചെന്നിക്കുത്തെന്ന് പറയും. എനിക്ക് അറിയാവുന്നൊരു മരുന്നുണ്ട് കേട്ടോ. എന്നാ കുന്തോ? കുന്തവും കുടച്ചക്രമൊന്നും അല്ല, ഒറ്റമൂലിയാ. ആ, എന്നാന്ന് പറയിട്ടപ്പാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം. ആര്? തലവേദനയോ? അല്ല, തലവേദനയുള്ള ആള്. ഓ, എന്നിട്ട് 4 കുരുമുളകിന്റെ ഇല പറിച്ച് ഉദിച്ചു വരുന്ന സൂര്യനെ കാണിച്ച് പ്രാർത്ഥിക്കണം. ബെസ്റ്റ്. തലവേദന ഉള്ളയാള് ആദിത്യ ഭഗവാന്റെ ശക്തിയാ. പിന്നെ ആ ഇല പിഴിഞ്ഞ് നെറ്റിയിലിടണം. അത് ശരി. ഇങ്ങനെയാണോ ചിറ്റപ്പൻ തലവേദന മാറ്റുന്നത്? ഇല്ല, ഞാൻ ഗുളിക കഴിക്കും. ആ, സൂപ്പർ ബുദ്ധിമാനേ. ആഹാ, ശരത്ത് മോൻ കെട്ടിപ്പെറുക്കി വീണ്ടും ശബരിമലയ്ക്ക് പോവാണോ? അല്ലച്ചാ, ശരത്തിന്റെ ഏതോ തമിഴ്നാട് ബന്ധുവിന് അപകടം പറ്റിയെന്ന്. അതെ, ചോര കൊടുക്കാൻ പോവാ. ഈ ശരീരത്തിൽ ഇനി മാത്രം ചോരയോ?
മറുപടിയൊക്കെ വന്നിട്ട് വെടിപ്പായിട്ട് പറയാച്ച. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോര കൊടുക്കാനാണോ ചോര എടുക്കാനാണോ പോന്നേന്ന് വന്നിട്ട് പറയാം. ഇനി തമിഴ്നാട് കാവൽത്തുറയിൽ നിന്നേ എനിക്ക് കോളൊന്നും വരരുത്. എന്നാ ഞാൻ ഒന്ന് ശംഖ് ഇറക്കി പറയാം, എത്ര ചോര കൊടുക്കേണ്ടി വരുമെന്ന്. ആ കറക്. ശരത്തിട്ടും പോയിട്ട് വാ. ചെല്ല്. ശരി എത്തിയ കുട്ടി. ഈ യാത്ര ഏത് യുദ്ധത്തിന് തീ കൊളുത്താനാണോ എന്തോ. അല്ല മനോഹര, ഈ ശംഖേ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ചിറ്റപ്പന്റെ വൈജ്ഞാനിക ലോകത്തിലെ ഞാനൊരു പൊട്ടനാ. പൊട്ടന്റെ മുമ്പിലേ ശംഖ് ഊതരുതെന്നാ. വാ മോളെ. അല്ല കൊച്ചേ, ശരത്തുമോൻ ഇത്ര രാവിലെ ധൃതി പിടിച്ചു പോകണമെങ്കിൽ അത്ര വലിയ അപകടമായിരിക്കും സംഭവിച്ചിരിക്കുന്നല്ലേ? അതേ മുത്തശ്ശി, ശരത്തേട്ടനോട് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനമുള്ള ആളാ നമ്മുടെ തമിഴ്നാട്ടിലെ മാനേജർ. അയാളുടെ പെങ്ങളുടെ ഭർത്താവിന് ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞാ ശരത്തേട്ടന് പോകാതിരിക്കാൻ പറ്റുമോ? മാത്രമല്ല, ലക്ഷങ്ങളല്ലേ തമിഴ്നാട്ടിലെ ബിസിനസ്സിനായി ശരത്തേട്ടൻ മുടക്കിയത്. അതും ഈ മാനേജർ ഒറ്റ ആളെ വിശ്വസിച്ച്. അതെ, അതാണ് പ്രധാന കാര്യം. നമ്മുടെ കാശ് മറ്റൊരാളുടെ കയ്യിലിരിക്കുമ്പോ അവർക്ക് എന്ത് തട്ടുകേട് പറ്റിയാലും അത് നമ്മളെ കൂടെ ബാധിക്കും. അത് വരാതെ നോക്കണം. അതാ എനിക്കും പേടി. അപകടം പറ്റിയൊരു ചാവുകയോ ജീവിക്കോ എന്തു വേണേലും ചെയ്യട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വിധിയാ. പക്ഷേ ബിസിനസ് എന്നും പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുപോയി വല്ല നാട്ടിലും മുടക്കിയിട്ട് അവസാനം അവർക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞ് കൈമലർത്തിയ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്താവും ശരത്തേട്ടനും വലിയ ടെൻഷനിലാ പോയിരിക്കുന്നത്. അതിന്റെ ഇടയില് ശരത്തേട്ടനെ ചോദ്യം ചെയ്യാനും ശിക്ഷ വിധിക്കാനും അച്ഛനും മരുമോളും വന്നിരിക്കുവാ. അത് പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് കാണാനുള്ള കഴിവൊന്നും മക്കുണിനില്ല. അവന് മരുമോള് പറയുന്നതാണല്ലോ വേദവാക്യം. എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറഞ്ഞോനെ, എന്തേലും പ്രശ്നമുണ്ടോ? എന്റെ ജ്ഞാനദൃഷ്ടിയില് ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തോന്നാ സോമ? എന്തോ ഒരു വലിയ അപകടത്തിന്റെ ലാഞ്ചന. എന്താണെന്ന് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പക്ഷേ ഒരു അപകടം പതുങ്ങി പതുങ്ങി വരുന്നുണ്ട്. അതിന്റെ കാലടി ഒച്ച എനിക്ക് കേൾക്കാം. എവിടേക്കാ അച്ഛാ അപകടം വരുന്നത്? ഇവിടേക്ക് തന്നെ. എല്ലാരും ഒന്ന് ജാഗ്രതയോടെ ഇരിക്കണം. മനോഹരനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും വല്യക്കനൊന്ന് പറഞ്ഞേക്ക്. ശരത് മോനോടും സൂക്ഷിക്കാൻ പറയണം. അയ്യോ, ഇതെന്തു പറ്റി സ്വാമിയേട്ടാ? അതല്ലേ രസം. അത് പറയാനല്ല മോളെ വിളിപ്പിച്ചത്. ആദ്യം കരുതിയത് അങ്ങോട്ട് വരാന്നാ, പിന്നെ കരുതി വേണ്ട. ആ ശരത്ത് എന്ന് പറഞ്ഞവനെ കണ്ടാലേ ഈ വരുന്ന പുതുവർഷം കൂടി അടിച്ചു പോവും. ഇതെന്താ പറ്റിയെന്ന് സ്വാമിയേട്ടൻ പറയേ. വിരലുകൾക്കിടയില് മരണം മണക്കുന്ന ബ്ലേഡുമായി ഒരു സ്ത്രീ. സ്ത്രീയോ? അതെ, വേണമെങ്കിൽ ഒരു മനോരോഗി എന്ന് പറയാം. പക്ഷേ അവരൊരു മനോരോഗിയല്ല. പിന്നെ